നോക്കടാ. പോട്ടെ 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 മതി ചായോ സൂക്ഷിച്ച്. നീ അവിടെ ഇറങ്ങ, ഞാൻ എടുത്തുതരാം. ഇതെല്ലാം എടുത്താ സ്റ്റോറെ കൊണ്ടുപോയി. ഞാൻ എടുക്കട്ടാ, ഞങ്ങൾ എടുത്തോളാം. പിടിക്കടാ. ഇതാണ് നമ്മുടെ പുതിയ ടീച്ചർ. ഒന്ന് വാടാവൂ. സലീമേ, നീ ആ വണ്ടി എടുത്ത് സ്കൂളിന്റെ മുമ്പിലോട്ടിട്. ഞാൻ ഒന്ന് ഹെഡ്മാഷെ കണ്ടേച്ചു വരാം. സൈലൻസ് സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ? ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ചാ ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ, അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? അതെ സർ. ആ ഫൈൽ ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. ശരി സർ. ചെക്ക് പോസ്റ്റേല് വണ്ടി തടഞ്ഞാ നമ്മൾ എന്നാ കാണിക്കണ്ടേ? ലൈസൻസും RC ബുക്കും. അല്ല, 500 രൂപ. സൈലൻസ്. പുതിയ ടീച്ചറാ? മിസ്റ്റർ, നിങ്ങളോട് ആരാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്? അല്ല, ഈ സാറുമാരില്ലാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോ എന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്. ക്ലാസ് എടുക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും ചുമടെടുക്കാനും വന്നാ അതങ്ങ് ചെയ്താ മതി. വലിയ സാറാവാനൊന്നും നോക്കണ്ട. ഓ, സാറാവാനുള്ള പൂതിയൊന്നും ഇല്ല ടീച്ചറെ. ഇത്തിരി പോന്ന ഈ പീക്കിരി പിള്ളേരെ തറാപറാന്ന് പഠിപ്പിക്കാൻ ഏത് കോത്താഴത്തുകാരനെ കൊണ്ടും കഴിയും. പക്ഷെ ഒരു ചാ കരിയെടുത്ത് ടീച്ചറിന്റെ തലയിലോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഇക്കാണുന്ന പൊക്കം കൃത്യം 4 അടി കുറഞ്ഞ് വെറുതെ വികലാംഗയായി പോവേ ഉള്ളൂ. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? ഇതെന്നായി പറയുന്നേ? ചന്തയില് ബഹളം കൂട്ടുമ്പോ ഇതെന്നാടാ സ്കൂളാണോന്നാ ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്. ചന്തയെ കുറ്റം പറയാൻ നിക്കല്ലേ. ചന്തയിലെ മനുഷ്യർ ഇതേലും ഡീസന്റാ. അല്ല ടീച്ചറെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എഞ്ചിൻ ചൂടാവാൻ ഞാൻ എന്നാ കാണിച്ചു? പിള്ളേരോട് ക്ലാസ്സിൽ കയറി ഇച്ചിരി നേരം സംസാരിച്ച അത് പറഞ്ഞ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അല്പം സംസ്കാരം വേണം. അതുണ്ടാവണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം വേണം. ഇതൊന്നുമില്ലാത്ത തന്റെ തലയ്ക്ക് മുകളിൽ ചുമട് തന്നെ അലങ്കാരം. അയ്യോടാ, ഇതെന്നാ മുൻകോപാ? എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ. ജീവിതം ചുമ്മാ വെടി തീർന്നു പോയേ ഉള്ളൂ. തണുക്ക് ടീച്ചറെ, ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുവേ. ആ ടീച്ചർ പെണ്ണ് മിടുക്കിയതല്ല. അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടുക്കി. അവക്ക് ഒരു ഗിയർ കൂടുതലാ. കുട്ടപ്പായി, ഞാൻ ഇടപെടണോടാ. എന്റെ പൊന്നിച്ചായ നാറ്റിക്കല്ല. ഓക്കെ, നല്ലൊരു രീതിയിൽ നടക്കുന്ന സ്ഥാപനമല്ലേ ഇത്. ചീട്ട് വലിക്കേണ്ട ഒരു വലിക്ക്. ഇല്ല, ഞാൻ എനിക്ക് പോവാ. മൂത്തവരിക്കുമ്പോ നീ ഭരിക്കാൻ നിൽക്കല്ലേ. അടങ്ങി അവിടെ. നീ എന്നാത്തിനാ അവളെ വഴക്ക് പറയുന്നേ? അവള് ഭരിക്കട്ടടി. അവളല്ലയോ തേവക്കാട്ടെ ഝാൻസി റാണി. അതെ അതെ, അപ്പനെ അവളെ എങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അപ്പൊ ഓപ്പൺ എന്റേതാ, തുടങ്ങാലോ? ഓ മാത്തച്ചാ, ഇന്നലത്തെ പോലെ കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ, ഞങ്ങൾ അങ്ങ് നിർത്തിച്ചു പോകും കേട്ടോ. ഇന്ന് ഞാൻ ഡീസന്റാ. വക്കീലേ, ഇന്നലത്തെ ഒരു 15 രൂപ 50 പൈസ ഇങ്ങോട്ട് വരാനുണ്ടേ. തന്നേക്കാ ചായ, അതിനും പലിശ കൂട്ടിയേക്കല്ലേ. കടം പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ഇന്ന് മുതൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചാന്നല്ലോടി. മടി നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കുന്നേ. മേബിൾ ഈ പെരുന്നാളിനെങ്കിലും വരുവോ അറിയാച്ചാ? ഏത് മേബിള്? ഓ, നിന്റെ ഭാര്യ വരുവോ? വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ. അമേരിക്ക വിടാൻ മേബിൾ ഇളമയ്ക്കും നാട് വിടാൻ ഡോക്ടർക്കും കഴിയില്ലെന്ന് വാശി വന്നാ പിന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ആശുപത്രിയിലാഞ്ഞിട്ടാ? ഉള്ളത് പോരായെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വേറൊന്നും കൂടെ പണിയാൻ പറയടാ. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അവള് പറയുന്നേ. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. എവിടം വരെ? മീൻചന്ത വരെ.
എന്നാ ഇത്? ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലായോ? ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആ, എന്റെ പൊന്ന് ടീച്ചറെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നടക്കണേ. ഈ ടയറിന് പ്യൂണും ടീച്ചറും ഒക്കെ ഒരുപോലെ, ഒരു ബഹുമാനവും കാണുകയില്ല. കേറിയ തവള പൊട്ടുന്ന പോലെ പക്കന്ന് പൊട്ടും. സ്കൂളിന് അവധിയും കൊടുക്കണം. വെറുതെ മൂക്കി പഞ്ഞിയും വെച്ച് ഷൂ ഇട്ട് കിടക്കണോ? പോകുന്നുണ്ടോ? ഓ, ഞാനും സ്കൂളിലേക്കാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയല്ലോ. വേണോ ഞാൻ വിടാം? പോടോ. ഓ, വാക്കുകളുടെ ഉച്ചാരണ ഭേദം ഋഗ്വേദത്തിൽ നിന്ന്, സംഗീതം സാമവേദത്തിൽ നിന്ന്, അഭിനയം യജുർവേദത്തിൽ നിന്ന്, രസങ്ങൾ അഥർവവേദത്തിൽ നിന്ന് ഉത്ഭവിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജഗ്രാഹ പാഠ്യ ഋഗ്വേദാത് സാമഭ്യൗ ഗീതമേവച യജുർവേദാത് അഭിനയാൻ രസാധർവണാതപി. ഓരോ വേദത്തിലും മന്ത്രങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവ ഉൾച്ചേർന്നിരിക്കും. വേദത്തെ നാലായി തിരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് വ്യാസനാണ്. ഋഗ്വേദം പൈലനെയും, സാമം ജൈമിനിയെയും, യജുർവേദം വൈശമ്പായനെയും, അഥർവം സുമന്തുവിനെയും പഠിപ്പിച്ചു. യാമിനി പറയൂ, വൈശമ്പായനെ ഏത് വേദമാണ് വ്യാസൻ പഠിപ്പിച്ചത്? യജുർവേദം. സർ, 8A സംസ്കൃതം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വണ്ടിയും കൊണ്ടുവന്ന ആള്. ഓ അതോ, അതാണ് കുട്ടപ്പായി. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ സ്കൂളിന്റെ ഉടമ. ഇവിടെ അധ്യാപകര് ലീവിന് പോകുമ്പോ ഞാൻ പോർഷൻ കവർ ചെയ്ത് പോകുന്നത് അയാൾ ഒറ്റ ഒരുത്തനുള്ളതുകൊണ്ടാ. ക്ലാസ് എടുക്കാൻ ചിലപ്പോ അയാൾ ലോറിയിലേക്കാവും വരിക. അതൊക്കെ അങ്ങോട്ട് കണ്ണടച്ചേക്കണം. പക്ഷെ ഏത് വിഷയത്തിലും നല്ല ഭരിക്കാനാ. അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ 2 വിഷയങ്ങളില് മാസ്റ്റർ ഡിഗ്രിയുള്ള ആളാന്ന് പ്രവൃത്തിയും പെരുമാറ്റവും കൂടെ പറയൂ ടീച്ചറെ. എന്തു പറയാനാ, ഒരു തലതിരിവാ. ഇഷ്ടന് ലോറി ഓടിക്കാനും തല്ലുകൂടാനും നേരമുള്ളൂ. ആരുടെ ദൈവഭാഗ്യത്തിനാണാവോ ഇന്നലെ ഞാനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സമ്മതിച്ചു. 2 വിഷയങ്ങൾ എടുക്കാൻ ഏറ്റിരിക്കുക, സംസ്കൃതവും ഹിസ്റ്ററിയും. അല്ല, ടീച്ചർക്ക് ഈ പീരീഡ് ക്ലാസ് ഉണ്ടല്ലോ. ആ, അങ്ങനെയാണ് 4 വേദങ്ങളുടെ ഉൽപ്പത്തി. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായല്ലോ? ആ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തീർക്കാം. എന്നാ? ആ, ഇനി നിങ്ങൾക്ക് റബേക്ക ടീച്ചറിന്റെ ക്ലാസ്സാ. ടീച്ചർ നല്ല സംസ്കാരവും അറിവും ഒക്കെ ഉള്ള ആളാ. എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ആ, യെസ് യു മേ. ഗുഡ് മോർണിംഗ് സിഡം. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ്. പശ്ചിമ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഫ്രാൻസിൽ 1789-നും 99-നും ഇടയ്ക്ക് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നീ ജനാധിപത്യ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടന്ന വിപ്ലവമാണ് ലൂയി ദ 16. ലൂയി 16 തടവിലാക്കപ്പെടുന്നത് രാജകീയ ആസ്ഥാനമായ ബാസിലയുടെ ആക്രമണത്തെ തുടർന്നാണ്. ടീച്ചറെ, ക്ലാസ്സില്ലേ? ആ, എല്ലാരും നോട്ട്സ് എഴുതാനുള്ള പുസ്തകം എടുത്തോളൂ. ടീച്ചറെ, ഒരു സംശയമുണ്ട്. എന്താ സംശയം? ഈ അഷ്ടധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചറെ? അഷ്ടധർമ്മങ്ങളോ? അതിനെക്കുറിച്ച് ഏത് പാഠത്തിലാ പറഞ്ഞിരിക്കുന്നേ? പാഠത്തിലില്ല, ഒരു സംശയം ചോദിച്ചതാ. ടീച്ചർക്ക് അറിയില്ലേ? അത് ഞാൻ റെഫർ ചെയ്തിട്ട് നാളെ പറഞ്ഞുതരാം. സിഡോ. ധർമ്മങ്ങളെ പൗരാണികർ 8ആയി തരംതിരിച്ചിരിക്കുന്നു. യാഗം, വേദാഭ്യാസം, ദാനം, തപസ്, സത്യം, ക്ഷമ, ദയ, ലോപമില്ലായ്മ. ഇതാണ് അഷ്ടധർമ്മങ്ങൾ. അഷ്ടവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ 8 ഔഷധങ്ങളാണ്. അതിൽ ചിലത് ചേർന്നാൽ അത് വാദത്തിനുള്ള കഷായ. ഇവിടെ ചിലർക്ക് അത് കൊടുക്കേണ്ടി വരും. സാർ, ബ്രഹ്മലക്ഷണത്രയങ്ങൾ ഏതൊക്കെയാ? അതൊക്കെ ക്ലാസ് ടീച്ചറോട് ചോദിക്കേ. ഏതാ ടീച്ചറെ? സാർ, അതും ടീച്ചർക്ക് അറിയില്ല. അയ്യോ കഷ്ടം. ബ്രഹ്മലക്ഷണങ്ങൾ: സത്യം, ശിവം, ശാന്തം. ശാന്തം എന്ന് പറഞ്ഞ ഇപ്പതേ ടീച്ചർ നിൽക്കുന്നില്ലേ, അതുപോലെ ശാന്തം, പാവം. ടീച്ചറെ, എന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സിലബസ് ഇല്ലാത്തൊന്നും ചോദിക്കണ്ട. കണ്ടോ കണ്ടോ, ടീച്ചർക്ക് ദേഷ്യം വന്നു തുടങ്ങി. അത് ടീച്ചർക്ക് പറയാൻ പറ്റുന്ന ഉത്തരവായിരുന്നല്ലോ. കാരണം ടീച്ചറും ചെറുപ്പത്തിൽ അതൊക്കെ ചെയ്തു കാണുവേ. മനസ്സിലായില്ലയോ? എന്യൂറസിസ്, കിടക്കപ്പായ കിടന്ന മുള്ളണ സ്വഭാവം.
ഇരിക്കെ. ഇന്ന് പഠിപ്പിക്കാനുള്ള വിഷയമല്ലാതെ വേറെ വല്ലതും ഒക്കെ ചോദിച്ചാ അതൊക്കെ പറഞ്ഞു തരാനുള്ള അറിവ് ടീച്ചർക്ക് ഉണ്ടായിന്ന് വരുവോ? അതുകൊണ്ട് ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട. എന്നാ ടീച്ചറെ, വെള്ളം വല്ലതും കുടിക്കണോ? ഓ, വേണ്ടി വരില്ല. ആവശ്യത്തിൽ കൂടുതൽ പിള്ളേര് കുടിപ്പിച്ചല്ലോ. അപ്പോഴേ ഈ അറിവും സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് സ്വയം അങ്ങ് അഹങ്കരിച്ചാൽ മാത്രം പോരാ. അതിനുള്ള മരുന്ന് ലേശമെങ്കിലും കയ്യിൽ ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് ടീച്ചർ അന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് പറഞ്ഞിരിക്കുന്ന പണി വീട്ടിലിരുന്ന് കെട്ടിയോന് 4 നേരം വെച്ചു വിളമ്പി എന്റെ അമ്മച്ചിയെ പോലെ ഒരു 5-6 എണ്ണത്തിനെ പെറ്റ് വളർത്താനാ. അതല്ലേ നല്ലത് എന്റെ വിവരദോഷി ടീച്ചറെ. ടീച്ചറെ, മോൾ എന്നാ അബദ്ധമായി കാണിച്ചത്? 2-3 ലക്ഷം വാങ്ങിയിട്ടാ പലയിടത്തും അധ്യാപകരെ നിയമിക്കുന്നത്. 10 നയാ പൈസ മുടക്കില്ലാതെ നല്ലൊരു ജോലി കിട്ടിയിട്ട് രാജിക്കത്ത് കൊടുത്തേച്ച് വന്നിരിക്കുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്താ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്നാ തേവക്കാട്ടുകാരോട് മത്സരിക്കാൻ പോവാന്നു? അവരെ പിണക്കിയിട്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഭർത്താവേ, എന്നാത്തിനുള്ള പുറപ്പാടാന്നോ ആവോ? ഒരാളെ വിട്ട് അറിയിച്ചിരുന്നേല് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കയറി ഇരുന്നാട്ടെ. വേണ്ട, സ്കൂളിലെ വിവരങ്ങൾ അറിഞ്ഞോണ്ട് വന്നതാ. ക്ഷമിക്കണം, അങ്ങനെ ഒരു സാഹചര്യത്തില് അറിയാതെ ഒരു ബുദ്ധിമോശം. തെമ്മാടിത്തരം കാണിച്ച അടിച്ച് കരണം പൊട്ടിക്കുക വേണ്ടത്. എന്നതാ നിങ്ങൾ വിചാരിച്ച് ഒരു വിദ്യാലയത്തിൽ വന്ന് ആർക്കും എന്ത് തോന്നിയാസം കാണിക്കാന്നോ? അത് ഈ പെങ്കൊച്ചിനെ ക്ലാസ് നിർത്തി കരയിക്കുക എന്ന് പറഞ്ഞ എനിക്കത് പൊറുക്കാൻ പറ്റത്തില്ല. എന്റെ മോനാണേലും അവൻ ചെയ്ത് തെറ്റ് തന്നെ. ഈ ലോകത്ത് എന്റെ അപ്പന് സഹിക്കാൻ മേലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ: പെങ്കൊച്ചുങ്ങളുടെ കണ്ണീര്. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പെങ്കൊച്ചും ജോലി ഉപേക്ഷിച്ച് കണ്ണീരോടെ പോകാൻ പാടില്ല. മേലിൽ കുട്ടപ്പായി വന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, പോരായോ? അവനൊരു ഇച്ചിരി മുൻകോപം എടുത്തിയാട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളു ശുദ്ധ. അവൻ പറഞ്ഞ ഒന്നും ടീച്ചർ കാര്യമാക്കണ്ട. മാത്രമല്ല, ടീച്ചറിന്റെ രാജി ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ടീച്ചർ നാളെ മുതൽ സ്കൂളിൽ വരണം. ഞാൻ വരാം. അവള് മിടിക്കുക. അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോഴേ അവളുടെ തന്തയുടെ സാമർത്ഥ്യവും എനിക്കങ്ങ് ബോധിച്ചു. നമ്മുടെ കുട്ടപ്പായെ വരച്ച വരെ നിർത്തണേ. അവളെ പോലെ ഒരു തേവക്കാട്ട് വന്ന് കേരളം. വലിയ തറവാട് സമ്പത്തും ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് നമുക്ക് ചേർന്ന കാര്യമാണ്. എന്നതാ ഇത്ര വലിയ ആലോചന? ആ പുതിയതായി വന്ന ടീച്ചർ പെണ്ണിനെ നമ്മുടെ കുട്ടപ്പായ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? കാണാനൊക്കെ കൊള്ളാന്നതാ അമ്മച്ചി. കുട്ടൻ സൈറ്റ് നല്ല മാച്ചാ. ഞാൻ കണ്ടിട്ടുണ്ടോ പാപ്പാ? കുട്ടൻ കെട്ടവനൊന്ന് സമ്മതിച്ചെന്നാ മതിയായിരുന്നു. സമ്മതിച്ചില്ലെങ്കിലേ നിർബന്ധിച്ചങ്ങ് കെട്ടിച്ചേക്കണം ചേച്ചമ്മേ. അപ്പാ ഇനി കുട്ടപ്പായുടെ സമ്മതം അറിഞ്ഞു വരുമ്പോഴേക്കും അവന്റെ ഷഷ്ടിപൂർത്തിയും കല്യാണവും കൂടെ ഒരുമിച്ച് നടത്തേണ്ടി വരും. എന്നതാ അതെങ്ങനെ? ലോകത്തെ ഏത് പെണ്ണിനെ കൊണ്ടുപോയി കാണിച്ചാലും അവൻ എന്തേലും കുറ്റം കണ്ടുപിടിച്ചോണ്ട് വരും. അവന് കെട്ടാൻ കഴിയില്ലെന്നേ, അത് തന്നെ കാര്യം. ഒരു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ ഊര് ചുറ്റി തെമ്മാടിത്തരവും കാണിച്ച് നടക്കുന്നത് എങ്ങനെയാ? അപ്പാ ദേവൻ വരുന്നുണ്ട്. വരട്ടെ. അപ്പനെല്ലാം ഉറപ്പിച്ച് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി, അവനോട് സമ്മതിച്ചോളും. കുട്ടപ്പായേ, ഓ, ഒരു ഹാപ്പി ന്യൂസ്. എന്നാ ചായ പുതിയ ബെൻസിന്റെ ചേസ് വല്ലതും വരുന്നുണ്ടോ? ചേസിസ് ബെൻസിന്റേതല്ല. റെബേക്ക ടീച്ചറും കുട്ടൻസുമായുള്ള കല്യാണം അപ്പാപ്പനങ്ങ് ഉറപ്പിച്ചു. പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടേലും വേറെ ഹോൾസെയിൽ ആയിട്ടൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയേക്കാം. എന്നതാ? ഓ, അതൊന്നും വേണ്ടാന്നേ. അച്ചാര കല്യാണത്തിന്റെ തീയതി എന്താണെന്ന് തീരുമാനിച്ചാ മതി. അല്ലയോ പാപ്പ? മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ടു മതി കല്യാണം. അതിന് വേറെ ആളെ നോക്കിയാ മതി. വെറുതെ ആളെ വടിയാക്കല്ലേ. നീ ഇനി എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പോയി എല്ലാം ഉറപ്പിച്ചു വന്നിരിക്കുക. ഇതെന്നാ പണിയാ അപ്പനെ കാണിച്ചേ? ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ എന്റെ കല്യാണം ഉറപ്പിക്കാൻ? നിന്നോട് ചോദിച്ചോണ്ടാണോ ആ പള്ളിയിൽ കൊണ്ടുപോയി മാമുദീസ മുക്കിയത്? നിന്നോട് ചോദിച്ചോണ്ടാണോ അതിന്റെ പള്ളിക്കൂടത്തിൽ വെച്ച് പഠിപ്പിച്ചത്? അല്ലല്ലോ. എന്നാ പിന്നെ ഇതും ചോദിക്കേണ്ട കാര്യമില്ല. ഇത് നല്ല ന്യായം. അങ്ങനാണെങ്കിൽ ചെറുപ്പത്തിൽ മണ്ണുവാരി തിന്നു പറഞ്ഞ് ഇപ്പൊ വലുതായിട്ടും കുറെ മണ്ണുവാരി തരുമോ തിന്നാൻ? എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് പോലെ ഇവിടെ ഒരു വള്ളി നിക്കറോട്ട് പിച്ച വെച്ച് നടക്കാം. ഒന്നിനും എന്റെ അനുവാദം ചോദിക്കണ്ടല്ലോ. ഇത് ഉറപ്പിച്ചതേ അപ്പൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെയും കൂടി തീരുമാനമാ. ആന്നോ? ഇച്ചായന്റെ തീരുമാനം ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. എങ്കിലൊരു കാര്യം ചെയ്യും, ഇച്ചായൻ തന്നെ ആ പെണ്ണെ കെട്ടിക്കും. അതിന് മേരിക്കുറിച്ച് സമ്മതിക്കോട്ടെ. അയ്യടാ, വയസ്സുകാലത്തെ ഒരു പൂതി. ഈശോയെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ടീച്ചർ പെണ്ണിന് വേറെ വല്ല വാദിയാരെ അന്വേഷിച്ചോണം. ഇത് നടക്കുകയല്ല. ദേവക്കാട്ട് അവറാച്ചൻ ഒരു വാക്കേ ഉള്ളൂ. നീ എന്നാ പറഞ്ഞാലും നടന്നിരിക്കും. ഇതെന്നാ മര്യാദയാ?
വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഓയിൽ ഇടാൻ നോക്കരുത്. ഓയിൽ ഇടാൻ മാത്രമല്ല വേണ്ടി വന്ന ഗ്രീസ് അടിച്ച് പഞ്ചർ ഒട്ടിച്ചാ വിടാൻ പോകുന്നത്. ആ കുട്ടിക്ക് എന്നതാ ഒരു കുറവ്? പഠിപ്പുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെന്നാ? അപ്പൊ ഇത് ചേച്ചിയമ്മയും കൂടെ അറിഞ്ഞോണ്ടുള്ള ഒരു ഇടപാടല്ലേ? അവക്ക് ഒരു കുറവുമില്ല, കൂടുതലേ ഉള്ളൂ, ഒരെല്ല്. അത് നമുക്ക് ഊരാമടാ. അപ്പ കുട്ടപ്പായിക്ക് അഭിപ്രായ വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഈ പ്രശ്നവും ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് വിടാം. എന്നാ? അതാ അതിന്റെ ശരി. ആ അങ്ങനെയാണെങ്കിൽ ഇവനും ആ പെങ്കൊച്ചും തമ്മിലുള്ള കല്യാണത്തിനെ അനുകൂലിക്കുന്നവരൊക്കെ ഒന്ന് കൈപോക്കണം. അനുകൂലിക്കുന്നവരുടെ എണ്ണം കണ്ടല്ലോ. ഇനിയിപ്പോ നീ എന്നാ പറയുന്നേ? അങ്ങനെ അങ്ങ് പോവാതെ ഒന്ന് സമ്മതം മൂലേച്ചും പോ. എടാ കുട്ടപ്പായി, നീ അങ്ങ് സമ്മതിക്കടാ മോനെ. ചേച്ചിയമ്മയല്ലേ ഈ പറയുന്നേ? അവള് നല്ല പെണ്ണാ മോനെ. അതെ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ പേടിച്ചിട്ടൊന്നുമല്ല. ചേച്ചിയമ്മ പറഞ്ഞതുകൊണ്ട് തൽക്കാലം എനിക്ക് സമ്മതം. ആഹാ, എന്നതാ 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 സമ്മതമാണോ? അപ്പൊ ഈ കാണിച്ചതൊക്കെ ചുമ്മാ ജാടയല്ലായിരുന്നോ? എടി കാന്താരി, നിന്നെ ഇനി ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ആലോചിച്ചാ മതി.